ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഒന്നാം ക്ലാസ്സിലെ മലയാളം പാഠം 6 പിന്നെയും പിന്നെയും ചെറുതായി പാലപ്പം എന്ന പാഠത്തിലെ 54, 55 പേജുകൾ പരിചയപ്പെടാം. എന്താണ് അവിടെ ചിത്രം? ദോശ ചൂടുകയാണില്ലേ? വായിക്കാം, നടിക്കാം. എന്താണ്? വായിക്കാം. നമ്മൾ വായിച്ച് നടിക്കാം എന്ന് പറഞ്ഞാലോ? അഭിനയിക്കാം. കൂട്ടുകാർ, ടീച്ചർ പറയുന്നത് ഒന്ന് അഭിനയിച്ചു നോക്കി. ദോശമാവ് കലക്കി. എങ്ങനെയാ? കൈകൊണ്ട് ദോശമാവ് കലക്കുന്നത് കണ്ടിട്ടുണ്ടോ? പാകത്തിന് ഉപ്പ് ചേർത്തു. ഒന്ന് അഭിനയിച്ചു നോക്കിയേ. അടുപ്പിൽ തീ കത്തിച്ചു. ദോശക്കല്ല് ചൂടാക്കി. കല്ലിൽ എണ്ണ പുരട്ടി. മാവൊഴിച്ചു പരത്തി. ദോശ മറിച്ചിട്ടു. പാത്രത്തിലെടുത്തു. കൈ കഴുകി വന്നു. വയർ നിറയെ തിന്നു. ഒന്നും കൂടി ടീച്ചർ വായിക്കാം. കൂട്ടുകാർ അഭിനയിക്കണേ. ദോശമാവ് കലക്കി. പാകത്തിന് ഉപ്പ് ചേർത്തു. അടുപ്പിൽ തീ കത്തിച്ചു. ദോശക്കല്ല് ചൂടാക്കി. കല്ലിൽ എണ്ണ പുരട്ടി. മാവ് ഒഴിച്ച് പരത്തി. ദോശ മറിച്ചിട്ടു. പാത്രത്തിലെടുത്തു. കൈ കഴുകി വന്നു. വയർ നിറയെ തിന്നു. കൂട്ടുകാർ അഭിനയിച്ചോ? ഇനി നമുക്ക് അടുത്ത പേജ് നോക്കിയാലോ? വട വേണോ? വട. കൂട്ടുകാർക്ക് ഏതെല്ലാം വടകൾ അറിയാം? ഉള്ളിവട, പിന്നെ ഉഴുന്നുവട, പിന്നെ മസാലവട, പരിപ്പുവട. എന്തൊക്കെ തരം വടകളാണല്ലേ? ഉള്ളിവടയോ, പിന്നെ എന്തെഴുതും? ഉഴുന്നുവടയോ, മസാലവടയോ? ഏതു വടയാ കഴിക്കേണ്ടേ? നമ്മുടെ കാക്ക ചോദിച്ചതാണ്. എന്താ കാക്ക ചോദിച്ചത്? ഉള്ളിവടയോ, പിന്നെയോ ഉഴുന്നുവടയോ, മസാലവടയോ? ഏതു വടയാ കഴിക്കേണ്ടേ? കാക്ക ചോദിച്ചത് കൂട്ടുകാരൊന്ന് പറഞ്ഞേ. ഉള്ളിവടയോ, ഉഴുന്നുവടയോ, മസാലവടയോ? ഏതു വടയാ കഴിക്കേണ്ടേ? ഇത് കേട്ട് നമ്മുടെ ഉറുമ്പ് എന്താ ചോദിച്ചത്? പരിപ്പുവടയോ, ഉഴുന്നുവടയോ, മസാലവടയോ? ഏതു വടയാ തിന്നേണ്ടേ? ഉറുമ്പ് തിരിച്ച് കാക്കയോട് ചോദിക്കുകയാണ്. പരിപ്പുവടയോ, ഉഴുന്നുവടയോ, മസാലവടയോ? ഏതു വടയാ തിന്നേണ്ടേ? കാക്കയ്ക്കും ഉറുമ്പിനും ആകെ സംശയമായി. അവർ പരസ്പരം ചോദിക്കുകയാണ്, ഏതൊക്കെ വടയാ തിന്നേണ്ടതെന്ന്. കൂട്ടുകാർക്ക് ഏതെല്ലാം വട അറിയാം? ഒന്ന് പറഞ്ഞു നോക്കിയേ. ഉഴുന്നുവട, പരിപ്പുവട, മസാലവട, പിന്നെ ഉള്ളിവട. കൂട്ടുകാരെ, നമ്മുടെ പിന്നെയും പിന്നെയും ചെറുതായി പാലപ്പം എന്ന പാഠം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് കുഞ്ഞെഴുത്ത് പുസ്തകത്തിലെ പ്രവർത്തനങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.